Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Yeah. Good afternoon, ma'am. Okay. Good afternoon once again. So, start here, Namga, with prayer. Yes, ma'am. Signing. Ma'am, prayer ഞാനാണ് മാം കൃഷ്ണേന്ദു. Okay, start here. എന്തെങ്കിലും കുഴപ്പമുണ്ടേ പറയണേ മിസ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് ഇംഗ്ലീഷ് പ്രയറും ആയതുകൊണ്ട്. മിസ് കേൾക്കുന്നില്ലേ? ടെൻഷൻ അടിക്കാതെ മിസ് കേൾക്കുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തോ അല്ല കേൾക്കുന്നില്ലേ? റേഞ്ചിന്റെ ഒന്നും കെട്ടാവുന്നൊന്നുമില്ലല്ലോ. Thank you God for the world so sweet. Thank you God for the food we eat. Thank you God for the birds that sing. Thank you God for everything. മിസ് കഴിഞ്ഞു. ചെറിയൊരു പ്രയറാ മിസ്. വളരെ ചെറിയൊരു പ്രയർ ആയിരുന്നു. ഓക്കെ, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. വലിയ പ്രയർ ആയിട്ട് വരും. ഓക്കെ. Okay, then thought of the day and sign in. Sign in ഞാനാണ്. ഞാനൊരു ആക്ഷൻ സോങ് കൊണ്ടാണ് വന്നത്. വീഡിയോ ഓൺ ആക്കാതെ. കണ്ടോ? ഇല്ലല്ലോ. കണ്ടോ? ഓൺ ആക്കിയിട്ടുണ്ട്. കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയായിരുന്നു പ്രശ്നം. ആണോ? വേറെ ആരെങ്കിലും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് നോക്കി. കംഫർട്ടബിൾ ആയ ആരെങ്കിലും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് നോക്കി. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടോ? അഞ്ജു കാണാലോ. കാണുന്നില്ല? കാണാൻ എനിക്ക് പക്ഷെ കാണാനില്ലേ? പറയട്ടെ. 5 little fingers clap clap clap. 4 little fingers fly fly fly. 3 little fingers wow wow wow. 2 little fingers please please please. 1 little fingers okay. In the last class we talked about noun. Noun are classified into 4 kinds: proper noun, common noun, abstract noun, and collective noun. Everyone wants to learn more, and welcome to all. Welcome, Miss. Thank you. Yeah, okay. Okay, Anju. Then thought of the day. Ma'am, ഞാനാണ്. If we are true to ourselves, we cannot be false to everyone. William Shakespeare. Yeah, okay. So let's start this class. Then നമ്മൾ കണ്ടിട്ട് കുറേ നാളായി അല്ലേ? ആണോ? അതെ മാം. ഓർമ്മയില്ലേ? അപ്പോ കൊള്ളാലോ. ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ വേണമെന്ന് തോന്നിയില്ല? എന്തേ ഒന്നും ഉണ്ടാവട്ടെ. സൈലന്റ് ആവില്ല കേട്ടോ ക്ലാസ്സിൽ. തോന്നി മാം, തോന്നിയായിരുന്നു. ചോദിച്ചുകൊണ്ട് തോന്നി അല്ലേ? എനിക്ക് എത്ര ക്ലാസ് മിസ്സായി? ഒരു ക്ലാസ് ആണ് തോന്നുന്നല്ലേ? 1 ക്ലാസ് ആണ് ലാസ്റ്റ്. Okay. So എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? How are you all? Fine, ma'am. We all fine, ma'am. What about you? Yeah, always good. Okay. Then പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. ക്ലാസ് എങ്ങനെ പോകുന്നു? What about your class? Montessori class? The teachers? വളരെ നന്നായി പോന്നു. അസൈൻമെന്റ് ഒക്കെ തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. നിങ്ങളൊക്കെ തരാൻ തുടങ്ങിയോ? അപ്പൊ ഞാനും തരാം. തന്നോളൂ. ഹലോ. പിന്നെ എന്തൊക്കെയുണ്ട്? കംഫർട്ടബിൾ അല്ലേ ക്ലാസ്? ഓക്കെ ആണോ? എല്ലാവരുടെ ക്ലാസ് ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ഓക്കെ ആണ്. ഓക്കെ ആണ്. സെറ്റ് ആയപ്പോ നിങ്ങൾ അല്ലേ?
എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്? ഫ്രണ്ട്സ് ആണോ എല്ലാവരും? എല്ലാവരും ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ പോകുന്നുണ്ട്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുക എല്ലാവരും കേട്ടോ. പരസ്പരം നല്ല ഫ്രണ്ട്സ് ആവാം. അപ്പോ നിങ്ങൾക്ക് ക്ലാസ്സില് കൂടെ പോകുന്തോറും ക്യാമറ ഓൺ ചെയ്യാനും ക്ലാസ് എടുക്കാനും ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നവരല്ലേ എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ആദ്യമായിട്ടാണ് മാമിന്റെ ഓൺലൈൻ ക്ലാസ്സിൽ കയറുന്നത്. അതായത് ഞാൻ ചെറിയൊരു ജോലിക്ക് പോകുന്നുണ്ട്, അപ്പൊ അതാണ് ക്ലാസ്സിൽ കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ ശരിക്കും ഒരു മാസത്തേക്ക് ലീവ് എടുത്തിരിക്കുക. ചെറിയൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറിയ ടീച്ചറാണ്. ടീച്ചറ് ചെറുതോ വലുതോ ഒന്നുമില്ല, ടീച്ചറാണ്. അപ്പൊ അത് കാരണം പ്ലേ ഗ്രൂപ്പിലാണ്, ചെറിയ കുട്ടികളെയാണ്, ടൈം കിഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ശരിക്കും 6th ബാച്ചിലുള്ള ആളാണ്. അവിടെ ഈ പറഞ്ഞ റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ കേട്ടോണ്ടിരുന്നത്. അവിടെ കുറെ പെൻഡിങ് വർക്കുകളൊക്കെ വന്നുകൊണ്ട് ഞാൻ ബാച്ച് മാറിയതാണ്. മോണ്ടിസോറി MD6 ഓഗസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നു. ഇല്ല, ക്ലാസ്സിൽ എനിക്ക് ആ സമയത്ത് ഈ ടൈം എനിക്ക് പറ്റില്ലായിരുന്നു. 1.5 ടൈം എനിക്ക് കയറാൻ പറ്റില്ല, സ്കൂളില് വർക്കിംഗ് ആയതുകൊണ്ട് ആ സമയത്ത് കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ റെക്കോർഡ് ക്ലാസ്സിലാണ് കേട്ടോണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് കുറെ ക്ലാസ്സസ് പെൻഡിങ് വന്നു. അത് കാരണം ഞാൻ പിന്നെ ബാച്ച് മാറി. ഇപ്പൊ കുറെ പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഇപ്പൊ 2 ദിവസം ആയല്ലോ ഓൺലൈൻ ക്ലാസ്സിന് സ്ഥിരമായിട്ട് കയറാൻ തുടങ്ങിയിട്ട്. 1 month ഞാൻ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാസം കയറാമെന്ന് വിചാരിക്കുന്നു. റെക്കോർഡ് ക്ലാസ് മിസ്സിന്റെ 2 ക്ലാസ്സും ഞാൻ ചെയ്തു. 2 ക്ലാസ്സും കേട്ടു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ ഓൺലൈൻ ക്ലാസ്സിന് കയറിയതാ. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ് കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. അതെ, ഒരുപാട് ടൈം പോകുന്ന പോലെ തോന്നുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്. മാക്സിമം ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, പക്ഷെ ലൈവ് ക്ലാസ്സിൽ അത്രയും ബോറടി തോന്നുന്നില്ല. ഇല്ല, പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെ തോന്നുന്നു ലൈവ് ക്ലാസ് ആകുമ്പോൾ. അതാണ് വ്യത്യാസം. അതുകൊണ്ട് മാക്സിമം ആരും റെക്കോർഡ് ക്ലാസ് കാണാതിരിക്കുക, അതെനിക്ക് പറയാനുള്ളൂ. ഭയങ്കര ബോറിംഗ്, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ക്ലാസ് കുറെ ഫോർവേഡ് കാണണം. കാരണം ഫുള്ളി ഇന്ററാക്ഷൻ ആണ്. നമുക്ക് തിയറി മാത്രമായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുത്താൽ ലൈവ് ക്ലാസ് ഭയങ്കര ബോറായിരിക്കും. ഓക്കെ, സ്റ്റുഡൻസ് ഇത്രയും ഉണ്ടായുള്ളൂ ക്ലാസ്സിൽ? പൊതുവെ സ്ട്രെങ്ത് ഇത്രയേ ഉള്ളോ? ആണോ? അല്ല മാം, 50+ ഉണ്ട്. 50+ ഉണ്ട്. ആണോ? അത് കുറവാണല്ലോ. ഇംഗ്ലീഷ് തർക്കം വേണ്ട. മിക്ക ദിവസവും കുറവാണ് മിസ്സേ. ആണോ? ക്ലാസ് കാണാൻ 34 വരെയൊക്കെ ഉണ്ടാവത്തുള്ളൂ കുട്ടികള്. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? മാം, ഞാൻ ഇന്നാണ് കയറുന്നത്. എന്റെ പേര് ആരതി എന്നാണ്. ഓക്കെ, ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം. ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. നൈറ്റും ഡേയും ഷിഫ്റ്റാ. അപ്പൊ നമുക്ക് അവിടെ ഫോൺ യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. ഇന്ന് നൈറ്റ് ആയതുകൊണ്ട് ഇന്ന് രാവിലെ കയറാന്ന് വിചാരിച്ചു. ഇവിടെ പഠിച്ചതാണോ? ഇവിടെ സ്മാർട്ട് സ്ട്രീറ്റ് തന്നെ പഠിച്ചത് തന്നെ. ഏത് ബാച്ചായിരുന്നു? കഴിഞ്ഞ ബാച്ചായിരുന്നു, HA5. 5 ആണല്ലേ? ഓക്കെ, കോൺവെക്കേഷൻ എന്തായിരുന്നോ? എനിക്ക് വരാൻ പറ്റിയില്ല കോൺവെക്കേഷന്. പിന്നെന്താ, കഴിഞ്ഞോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇല്ല മാം, ഒന്നുമില്ല. ആർക്കൊന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോ? ഇല്ലല്ലോ. എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് എന്നോട് പറയണം കേട്ടോ. ക്ലാസ്സിനെ കുറിച്ച് എന്ത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും എന്നോട് പറയാം. ഓക്കെ, മിസ് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കേണ്ട. മിസ് എത്രയും സംസാരിക്കുന്ന മിസ് എന്ന് ക്ലാസ്സിലേക്ക് പോവാന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് ക്ലാസ്. ഓക്കെ, നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് ടൗണിനെ കുറിച്ചിട്ടാണ് അല്ലെ?
ഒരുപാട് നൗൺസ് പറഞ്ഞു അല്ലേ? കളക്റ്റീവ് നൗൺ വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ശരിയല്ലേ? ശരിയാണ് മാം. റിവൈൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ റിവൈൻഡ് ചെയ്യില്ല, ആരെങ്കിലും ചെയ്യണം. ആരാണ് വൃത്തിയായിട്ടിരിക്കുന്ന ആരാ? എല്ലാം റെഡിയാണ്, എല്ലാവരും റെഡി ആയിട്ടിരിക്കണം കേട്ടോ ക്ലാസ്സില്. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് പെർട്ടിക്കുലർ നെയിം വന്നിട്ട് വിളിക്കൊന്നുമില്ല. നിങ്ങൾ തന്നെ വരാം, അന്ന് പറഞ്ഞു വരണം. ഞാൻ പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൗണിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. നൗൺ എന്ന് പറഞ്ഞാൽ ഒരു നെയിം, ഒരു പേഴ്സന്റെയോ അല്ലെങ്കിൽ ഒരു ആനിമലിന്റെയോ ഒരു പ്ലേസ്, ഒരു തിങ്, അങ്ങനെയുള്ളതാണ് നൗൺസ്. നൗൺസിനെ നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈഡ് ചെയ്തിട്ടുണ്ട്: പ്രോപ്പർ നൗൺസ്, കോമൺ നൗൺസ്, അബ്സ്ട്രാക്ട് നൗൺസ്, കളക്റ്റീവ് നൗൺസ്. അതിൽ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെയിം മെൻഷൻ ചെയ്യുന്നത്. ഇപ്പം നിത്യ അല്ലെങ്കിൽ കണ്ണൂര്, അങ്ങനെ ഓരോ സ്ഥലത്തിന്റെ പേര്, അങ്ങനെയുള്ളതാണ് പ്രോപ്പർ നൗൺസ്. കോമൺ നൗൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ബോയ്സ്, ഗേൾസ്, അല്ലെ പ്ലേസ്, റിവർ, അല്ലെ ഒരു ജ്വല്ലറിയുടെ പേര്, ജ്വല്ലറി. ഇപ്പൊ ആ ജ്വല്ലറിക്കൊരു പേര് നമ്മൾ ഇടുവാണെങ്കിൽ അത് പ്രോപ്പർ നൗൺസ് ആയിട്ട് മാറും. ജ്വല്ലറി എന്ന് മാത്രം പറയുമ്പോൾ കോമൺ നൗൺ. പിന്നെ പറഞ്ഞത് അബ്സ്ട്രാക്ട് നൗൺസ്. നമ്മുടെ സെൻസ് യൂസ് ചെയ്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് ഇമോഷൻസ്, ആങ്കർ, ഹാപ്പിനെസ്, ചൈൽഡ്ഹുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗൺസിൽ വരുന്നത്. പിന്നെ കളക്റ്റീവ് നൗൺസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെ, നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പീപ്പിൾസ്. അതിന് കുറച്ച് എക്സാമ്പിൾ മിസ് കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ക്ലാസ്, ഒരു ഗ്യാങ്, എ ക്രൗഡ് ഓഫ് ആർമി, എ ഫാമിലി, പിന്നെ ഞാൻ കുറച്ച് കണ്ടുപിടിച്ചായിരുന്നു. എ സ്കൂൾ ഓഫ് ഫിഷ്, എ സെറ്റ് ഓഫ് ടൂൾസ്, എ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്സ്, എ ബെഞ്ച് ഓഫ് ഗ്രേപ്സ്, എ സെറ്റ് ഓഫ് ബുക്സ്. അതൊക്കെ ഞാൻ കുറച്ച് കണ്ടുപിടിച്ച എക്സാമ്പിൾസാ. ഇത്രയാണ് ഈ 4 നൗൺസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മിസ് പറഞ്ഞു തന്നത് നമുക്ക്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ആരാ പറയുന്നത്? മിസ് ഞാൻ പറയാം. ഓക്കെ, പറയൂ. Noun is a name of person, place or thing. Noun 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് നമ്മൾ നെയിമിൽ മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ പറയാ. എക്സാമ്പിൾ ഇപ്പം നമ്മളെ നെയിം പറയാ നിഷ, പിന്നെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിന്റെ നെയിം വരുമ്പോ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്. ഇതിപ്പോ പറഞ്ഞോളൂ. ആ രമിച്ച് മിസ്സിനെ കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ പ്രോപ്പർ നൗണിൽ വരുന്നതാണ്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. കോമൺ നൗണിൽ വരുന്നത് ബോയ്, ഗേൾ, കിങ്, റിവർ, ട്രീ, ഷെയർ. ഇതിന് കോമൺ നൗണിന് എക്സാമ്പിൾ ആണ്. അപ്പോ നേരത്തെ നിത്യ പറഞ്ഞ പോലെ തന്നെ ജ്വല്ലറി എന്ന് പറയുന്നത് ഈ ഇതില് കോമൺ നൗണിൽ വരും. അതിപ്പോ അതിന് ജ്വല്ലറിക്ക് ഒരു നെയിം കൊടുത്തിട്ടാകുമ്പം ജ്വല്ലറിക്ക് ഒരു നെയിം, ഇപ്പൊ ഐശ്വര്യ ജ്വല്ലറി എന്നൊക്കെ ആകുമ്പോ അതൊരു കോമൺ ആയി. പിന്നെ അബ്സ്ട്രാക്ട് നൗൺ ആണ്. അബ്സ്ട്രാക്ട് നൗണിൽ വരുന്നത് ബ്യൂട്ടി, പ്ലഷർ, പേഷ്യൻസ്, ഡെത്ത്. ഇതൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗണിൽ വരുന്നത്. അതായത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത വേർഡ്സ്. പിന്നെ വരുന്നതാണ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗണില് ബഞ്ച്, പിന്നെ വരുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്, ഗ്യാങ്. പിന്നെ ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിനെ നമുക്ക് ഇതിൽ പറയാം കളക്റ്റീവ് നൗൺ. ഇതെല്ലാം ഇതിൽ കളക്റ്റീവ് നൗണിൽ വരുന്നതാണ്. ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ അതിൽ ഒരു കൂട്ടായിട്ട് വരുന്നതല്ലേ. അപ്പൊ അതിനെല്ലാം ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഈ കളക്റ്റീവ് നൗണിൽ പറയുന്നത്. പിന്നെ കുറെ ആനിമൽസിന്റെ ഒരു കൂട്ടലുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഈ കളക്റ്റീവ് നൗണിൽ പറയാം. ഓക്കെ മിസ്. ഓക്കെ, ഞാനെങ്കിലും പറയുന്നുണ്ടോ? മാം ഞാൻ പറയാം. നമ്മള് ജൂൺ 2 പഠിക്കുന്ന നൗൺസ് ആൻഡ് പ്രൊനൗൺസ് ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ ഇസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, ഒരു ആളെ അല്ലെങ്കിൽ ഒരു പ്ലേസ്
സ്ഥലം, ആനിമൽ, ഇതിന്റെയൊക്കെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സ്പെസിഫൈ ചെയ്ത് പറയുന്ന പേരിനെയാണ് നൗൺ എന്ന് പറയുന്നത്. Nouns are classified into 4 types: proper noun, common noun, abstract noun and collective noun. Proper noun എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നെയിം സ്പെസിഫൈ ചെയ്ത് ഒരു പ്രോപ്പർ ആയിട്ട് ഒരാളെ ഇൻഡിവിജ്വലി സ്പെസിഫൈ ചെയ്ത് പറയുന്നതാണ് പ്രോപ്പർ നൗൺ. എക്സാമ്പിൾ നെയിം, ഒരാളുടെ നെയിം, ഇപ്പൊ പ്രത്യക്ഷ എന്നുള്ളത്, പിന്നെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേര് കണ്ണൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം, ആലപ്പുഴ, അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്, അതാണ് പ്രോപ്പർ നൗൺ. കോമൺ നൗൺ എന്ന് പറഞ്ഞാൽ കോമൺലി യൂസ് ചെയ്യുന്ന നെയിംസിനെ അല്ലെങ്കിൽ സാധനങ്ങളെ, അങ്ങനെയുള്ള സാധനങ്ങളെയാണ് കോമൺ നൗൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ജനറലി യൂസ്ഡ് പ്ലേസ്, തിങ്സ് എക്സെട്ര ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലേസ്, എല്ലാ പ്ലേസും, പിന്നെ ഹോട്ടൽ, ഈ പറഞ്ഞ പോലെ നിത്യയും പ്രവിധയൊക്കെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സ്പെസിഫൈ ചെയ്ത് പേരോടുകൂടിയുള്ള ഒരു ഹോട്ടലാണെങ്കിൽ അത് പ്രോപ്പർ നൗൺ. അല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് പറയുന്നതാണെങ്കിൽ ഹോട്ടൽ എന്ന് പറയുകയാണെങ്കിൽ അതൊരു കോമൺ നൗൺ ആയിരിക്കും. ദെൻ മൂന്നാമത്തേത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. നമുക്ക് കാണാൻ പറ്റാത്ത, ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത, 5 സെൻസ് ഓർഗൻസ് വെച്ചിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത എല്ലാ നൗണിനെയും നമ്മൾ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാപ്പി, പേഷ്യൻസ്, പിന്നെ ബ്യൂട്ടി, അങ്ങനെയുള്ളതൊക്കെ അബ്സ്ട്രാക്ട് നൗൺ ആണ്. ലാസ്റ്റ് വൺ ഈസ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരു കൂട്ടം ആൾക്കാരെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആനിമൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ, ഇതിനെയൊക്കെ കൺസിഡർ ചെയ്യുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട്, ഒരു കൂട്ടമായിട്ട് കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. അതിപ്പോ പീപ്പിൾസിലാണെങ്കിൽ ഇപ്പൊ ടീം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ, ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടീം എന്ന് പറയുന്ന അതൊരു കളക്റ്റീവ് നൗൺ ആണ്. പിന്നെ അല്ലെങ്കിൽ ക്രൗഡ്, ഒരു കൂട്ടം, ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ക്ലാസ് ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. പിന്നെ ആനിമൽസിൽ വരുവാണെങ്കിൽ മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഫ്ലോക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഷീപ്പ്, അതിനെ ഫ്ലോക്ക് എന്ന് പറയാറുണ്ട്. പിന്നെ പാക്ക് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഡോഗ്സ് അല്ലെങ്കിൽ വൂൾസ്, ഇതിനെയൊക്കെ പാക്ക് എന്നാണ് പറയുന്നത്. അതെല്ലാം കളക്റ്റീവ് നൗണിൽ വരുന്ന കളക്റ്റീവ് നൗൺസ് ആണ്, എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് തിങ്സ്, സാധനങ്ങളിൽ വരുന്നുണ്ട്. അതിപ്പം ഒരു സെറ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഒരു വേർഡാണ്. ദാറ്റ് മീൻസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഒരു കുറേ സാധനങ്ങളുടെ ഒരു കൂട്ടത്തിനെ നമ്മൾ സെറ്റ് എന്ന് പറയാറുണ്ട്. പിന്നെ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് എന്ന് തന്നെ നമ്മൾ പറയുന്നുണ്ട് എപ്പോഴും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും ഒരു ജനറൽ ടേം ആണ്. കളക്ഷൻ ഓഫ് തിങ്സ്, ഒരു കുറേ സാധനങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഇതെല്ലാം കളക്റ്റീവ് നൗണിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ മാം, താങ്ക് യു. മിസ് കേൾക്കുന്നില്ലല്ലോ. ന്യൂട്ടൺ മിസ്. സോറി, ഓക്കെ. കുറച്ച് കളക്റ്റീവ് നൗണിന്റെ കുറച്ച് നോട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കാം. അത്യാവശ്യം കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, പഠിക്കാറുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. യെസ്. അപ്പൊ കളക്റ്റീവ് നൗൺ വരെ നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ. ദെൻ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ ആണ്. അറിയാലോ, സിമ്പിൾ ആണ്. എണ്ണാൻ പറ്റുന്നത് കൗണ്ടബിളും എണ്ണാൻ പറ്റാത്തത് അൺകൗണ്ടബിൾ ആണ്. സെയിം മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ. ബുക്ക് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? കൗണ്ടബിൾ. ചെയർ കൗണ്ടബിൾ. ഓക്കെ. ദെൻ ഓയിൽ കൗണ്ടബിൾ. സ്പൈസ് നോൺ കൗണ്ടബിൾ. എയർ നോൺ കൗണ്ടബിൾ. uncountable. Okay, noun alla uncountable. Then sugar. നോൺ കൗണ്ടബിൾ. അൺകൗണ്ടബിൾ. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, യാ. സോ അതും ക്ലിയർ ആണ്. ഓക്കെ. ദെൻ നമുക്ക് പ്ലൂറൽ
നമുക്ക് നൗൺസിന് തന്നെ സിംഗുലർ നൗൺസ് ഉണ്ട്, പ്ലൂറൽ നൗൺസ് ഉണ്ട്. എക്സാമ്പിള് ഒരു പെൺകുട്ടി എന്നും നമ്മൾ മലയാളത്തിൽ പറയും. അതിന്റെ പ്ലൂറലൈസ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ? പെൺകുട്ടികൾ, പ്ലൂറൽ ബഹുവചനം പെൺകുട്ടികൾ. പെൺകുട്ടികൾ. മലയാളത്തില് നമുക്കൊരു കൾ ആഡ് ചെയ്താല് അത് പ്ലൂറലായി, ബഹുവചനായി. ഏകവചനത്തിന് ബഹുവചനാക്കണമെങ്കിൽ മലയാളത്തിൽ ഒരു കൾ ആഡ് ചെയ്താൽ മതി. ആൺകുട്ടി ആൺകുട്ടികൾ, പെൺകുട്ടി പെൺകുട്ടികൾ, പക്ഷി പക്ഷികൾ, അല്ലെ? സിമ്പിൾ ആണ് അല്ലെ? മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആണ്. അല്ലെങ്കിൽ അതിന്റെ കൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ, അത് പ്ലൂറലായി. ഇംഗ്ലീഷിൽ അങ്ങനെയാണോ? അല്ല. ഇംഗ്ലീഷിൽ അപ്പൊ എന്ത് ആഡ് ചെയ്യണം? എല്ലാ വേർഡിന്റെ കൂടെ എസ് ആഡ് ചെയ്താൽ കറക്റ്റ് ആകോ? ചിലത് IAS ആയിരിക്കും, ചിലത് ES ഒക്കെ ആയിരിക്കും. IAS വരാം, ES വരാം, S വരാം, ES വരാം, OES വരാം, ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ വേർഡിനെ പ്ലൂറലൈസ് ചെയ്യുക. അപ്പൊ എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണ് എസ് ആഡ് ചെയ്യേണ്ടത്, ES ആഡ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു എന്നുള്ളൂ. എല്ലാ വേർഡും നിങ്ങൾക്ക് പ്ലൂറലൈസ് ചെയ്യാൻ അറിയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ എല്ലാ വേർഡും നിങ്ങളൊന്ന് പ്ലൂറലൈസ് ചെയ്തിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ. പറയണ്ട, ടെക്സ്റ്റ് ചെയ്യാം. പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്യണേ, സ്പീഡില് എല്ലാവരും ചെയ്യണം. ഓക്കെ, അപ്പൊ ടൈപ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കും കേട്ടോ. കൗ, പശു, കൗ. സ്റ്റുഡന്റ്, സ്റ്റുഡന്റ്. chair, chair, chair. ചെയറിനെ പ്ലൂറലൈസ് ചെയ്യണേ, ചെയർ അല്ല, പ്ലൂറലൈസ് ചെയ്യാം. ചെയർ. Then box, 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 box. ബോക്സ് വരുന്നില്ല, ചെയർ ആവും. wish, 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 wish. fish, wish ആണ്, W ആണ്, WISH, wishes അല്ല, W, wish, yeah. bus, 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 bus പറയും. Yeah. dish, 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 DISH.
Okay. Baby. Baby. Is he confused until now? Wow, very good. Okay, babies. Yeah. Lady. Lady. L-A-D-Y. Lady. Lady. Yeah. Boy. Boy. Wife. ഭാര്യ. Wife ആണ്. Wife. W-I-F-E. Wife. Yeah. Mango. Man. Man. ആഹാ, അടിപൊളി. Man. മാനിന് പ്ലൂറലൈസ് ചെയ്ത് നോക്കി. ഓക്കെ, അപ്പൊ എല്ലാവരും ടൈപ്പിംഗ് സ്റ്റോപ്പ് ചെയ്തോളൂ. ഇപ്പൊ കറക്റ്റ്. ഓക്കെ, അപ്പോ മിക്കവർക്കല്ല, കുറച്ച് പേർക്ക് പ്ലൂറലൈസ് ചെയ്യാൻ അറിയാം. പിന്നെ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ബേബി എന്ന് പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട്. YL വര, IES ആണ് വര. ബേബീസ്. മാൻസോ ഒന്നല്ല കേട്ടോ. മെൻ ആണ്. വൈഫിന്റെ സ്പെല്ലിംഗ് FES അല്ല, PES ആണ്. അതർവൈസ് ഇതെല്ലാം ഓക്കെ ആണ്. നിങ്ങൾ ഇതെല്ലാനും അതിന്റെ കറക്റ്റ് റൂൾസ് ഒക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇതെല്ലാം ചെയ്തത്? പ്ലൂറലൈസ് ചെയ്ത റൂൾസ് അറിഞ്ഞിട്ടാണോ? അല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാനിപ്പോ പറയുന്നത് കേട്ടിട്ട് കൺഫ്യൂഷൻ ആകരുത്. നിങ്ങൾക്കറിയാം, ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. സോ ഒരു എക്സ്ട്രാ നോളജ് എന്ന രീതിയിൽ മാത്രം ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഓരോ വേർഡ് നമ്മൾ പ്ലൂറലൈസ് ചെയ്യുമ്പോൾ എസ് വെച്ചിട്ടല്ല നമ്മൾ ആഡ് ചെയ്ത് അതിന് പ്ലൂറലാക്കുന്നത്, അല്ലെ? വ്യത്യാസമുണ്ട്. പല വേർഡിനെയും ബേസ് ചെയ്തിട്ടിരിക്കും നമ്മൾ പ്ലൂറലൈസ് ചെയ്യേണ്ട ലെറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലെ? സോ ഇവിടെ നോക്കി, വേർഡ് എസ് വെച്ചിട്ട് എസ് ആഡ് ചെയ്താൽ പ്ലൂറലാകുന്ന കുറച്ച് വേർഡ്സ്: ഗേൾ, സ്റ്റുഡന്റ്, ട്രീ, ലെഗ്, ഷോപ്പ്, കാർ, ബേർഡ്, കാറ്റ്, ഹാൻഡ്, ഡോഗ്, ചെയർ. ഇത് മാത്രമല്ല കേട്ടോ, ഒരുപാട് വേർഡ്സ് ഉണ്ട്. കുറച്ച് എക്സാമ്പിൾസ് മാത്രം. ഇതിന്റെ കൂടെ ഒക്കെ നമുക്ക് എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്ലൂറലായിട്ട് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കി. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എസ്റ്റിലോ, ഇസഡിലോ, എക്സിലോ, CH ആൻഡ് SH. ഈ കാണുന്ന ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡ്സിൽ നമ്മൾ അതിനെ പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ ഈ എസ് ആഡ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞു ബസ്. ബസ് പറഞ്ഞപ്പോ നിങ്ങൾ അതിന് പ്ലൂറലൈസ് ചെയ്തത് വെറും എസ് ആഡ് ചെയ്തിട്ടാണോ? അല്ല, ES ആഡ് ചെയ്തു.
അത് ഈ റൂൾ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്തേ? അല്ലല്ലോ, ഓൾറെഡി അറിയാവുന്ന കാര്യം ആയതുകൊണ്ട് നിങ്ങളത് ടെക്സ്റ്റ് ചെയ്തു, പക്ഷെ കറക്റ്റ് ആണ്. പക്ഷെ ഇനി ഈ റൂൾ അറിഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ നല്ലതാണ് അല്ലെ. വേറെ പുതിയ വേർഡ് കിട്ടിയാലും നിങ്ങൾക്ക് ബ്രൂട്ടലൈസ് ചെയ്യാൻ എളുപ്പമാണ്. കാരണം ആ എൻഡിങ് ലെറ്റർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആണോ? എസ്, ഇസഡ്, എക്സ്, CH and SH അവസാനിക്കുന്ന വേർഡിന്റെ ഈ കാണുന്ന ലെറ്റേഴ്സിൽ അവസാനിക്കുന്ന വേർഡിനെ പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ES ആഡ് ചെയ്താൽ മതി. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. ബെസ്റ്റ് എസിലാണ് അവസാനിക്കുന്നത്, നമ്മൾ ആഡ് ചെയ്തു, ES ആഡ് ചെയ്തു, ബെസ്റ്റസ് ആക്കി. ബോക്സ് എക്സ് അവസാനിക്കുന്നു, ES ആഡ് ചെയ്തു, ബോക്സസ് ആക്കി. ചർച്ച് CH അവസാനിക്കുന്നു, ES ആഡ് ചെയ്തു, ചർച്ചസ്. ഡിഷ് SH-ലാണ് അവസാനിക്കുന്നത്, ഡിഷസ് ആക്കി അല്ലെ. ക്യൂസ് ഇസെറ്റിൽ അവസാനിക്കുന്ന ലെറ്റേഴ്സ് വളരെ റെയർ ആയിരിക്കും കേട്ടോ. ഓക്കെ, പക്ഷെ ഇത് റൂളാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് മാം, ആദ്യമായിട്ടാണ് ഞാനിത് കേൾക്കുന്നത്. അതാണ് നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഇതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഓക്കെ, കേൾക്കാറ് കുട്ടികൾ പഠിപ്പിച്ചപ്പോഴൊന്നും ഈ റൂൾസ് എനിക്ക് അറിയില്ലായിരുന്നു. ആണോ? ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ടീച്ചേഴ്സ് അല്ലേ, കുഞ്ഞു മക്കളെ പഠിപ്പിക്കാൻ പോകുമ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ ഇത് ഫസ്റ്റ് റൂൾ ആണ്. ഇനി വൈയിൽ അവസാനിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ, വൈയിൽ അവസാനിക്കുന്ന വേർഡ്സ് ഉണ്ട്, ലെറ്റേഴ്സ് അല്ല, വൈയിൽ അവസാനിക്കുന്ന വേർഡ്സ് ഉണ്ട്. ബേബി, പപ്പി, ആവി, ആക്ടിവിറ്റി, എനിമി, വേറി, സിറ്റി, കോപ്പി, കൺട്രി, പാർട്ടി, ക്വയറി, ഇതൊക്കെ വൈയിൽ അവസാനിക്കുന്ന വേർഡ്സ് ആണ്. അതിനെ പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ IES ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, വൈയെ മാറ്റിയിട്ട് അവിടെ IES ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വേർഡിന്റെ പ്ലൂറൽ വേർഡ് കിട്ടുള്ളൂ. ഓക്കെ, വൈ എന്ന് പറയുന്ന ലെറ്ററിൽ അവസാനിക്കുന്ന വേർഡിന്റെ പ്ലൂറലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് വൈ മാറ്റിയിട്ട് IES ആഡ് ചെയ്യണം. ക്ലിയർ? Is it clear or not? ഓക്കെ മാം, ഇത് ഫോണിൽ എഴുതിയെടുക്കാൻ എഴുതിയെടുക്കണ്ട, ഞാനത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നോട്ട് ഞാൻ നിങ്ങൾക്ക് തരാം, ശ്രദ്ധിച്ചിരിക്കാം. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വൈയിൽ അവസാനിക്കുന്ന ലെറ്റർ എന്ന്, പക്ഷെ വൈക്ക് മുൻപ് കോൺസണന്റ് ലെറ്റർ ആണെങ്കിൽ ആണ് IES ആഡ് ചെയ്യേണ്ടത്. കോൺസണന്റ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ABCD ആണ് കേട്ടോ. ABCD അല്ല, വൊവൽസും കോൺസണന്റ് സൗണ്ട്സും അറിയാലോ. ഏതാണ് വൊവൽസ്? ഏതാണ്? അതൊഴിച്ച് എല്ലാ ലെറ്റേഴ്സും കോൺസണന്റ് ലെറ്റേഴ്സ് ആണ്. ഓക്കെ, സോ വൈക്ക് മുൻപ് കോൺസണന്റ് ലെറ്റർ ആണ് വരുന്നതെങ്കിൽ, വേർഡിൽ വൈക്ക് മുൻപ് കോൺസണന്റ് സൗണ്ട് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ആ വേർഡിനെ പ്ലൂറലൈസ് ചെയ്യേണ്ടത് IES വെച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വൈക്ക് മുൻപ് വവൽ ആണ് വരുന്നെങ്കിലോ S ആഡ് ചെയ്താൽ മതി. കണ്ടോ, ബോയ് വൈക്ക് മുന്നേ O ആണ് വന്നിരിക്കുന്നത്, മങ്കി വൈക്ക് മുന്നേ E ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്? വവൽസ് ആണ് അല്ലെ. വവൽസ് ആയതുകൊണ്ട് നമ്മൾ ആ വേർഡിനെ പ്ലൂറലൈസ് ചെയ്യാനായിട്ട് S ആഡ് ചെയ്താൽ മതി. ഇതൊക്കെ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇത്ര നേരം ഞാൻ പറഞ്ഞത് പ്ലൂറലൈസ് ചെയ്തേ? അല്ലല്ലോ, ഞാൻ ടൈപ്പ് ചെയ്തപ്പോ ഇതിന്റെ മുകളിലൊക്കെ വന്നു ഉള്ള സത്യം പറയാനോ. അപ്പൊ പ്ലൂറൽ വന്നപ്പോ ചിലർക്ക് അറിയായിരുന്നു, അറിയാത്തതിന്റെ പ്ലൂറൽ നമ്മള് ടൈപ്പ് ചെയ്യല്ലേ ഫോണില്, അപ്പൊ ഇതിന്റെ മേലെ വരൂലേ സെലക്ട് വരും. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഒരു വേർഡിനെ പ്ലൂറലൈസ് ചെയ്യാന്ന്? കാര്യങ്ങൾ ശ്രദ്ധിച്ചു സിമ്പിളാണ്. അതുപോലെ തന്നെയാണ് എഫിലും FEയിലും അവസാനിക്കുന്ന വേർഡിനെ നമ്മൾ പ്ലൂറലൈസ് ചെയ്യുമ്പോൾ ആ FE മാറ്റിയിട്ട് അവിടെ VES ആഡ് ചെയ്യണം. വൈഫില് FE മാറ്റിയിട്ട് VS ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്ലൂറൽ കിട്ടും. നൈഫ് കണ്ടോ, നൈഫ്സ്. ലീവ്സ്, ലീവ്സ്. ലൈഫ്, ലൈഫ്സ്. കണ്ടോ, കാഫ്, കാഫ്സ്. ടീത്ത്, ടീത്ത്സ്. എഫും FEനെ മാറ്റിയിട്ട് അവിടെ VES ആഡ് ചെയ്യും. ഓക്കെ, ഇനി കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. എക്സെപ്ഷൻസ് മീൻസ് നമ്മൾ ഒഴിവാക്കപ്പെട്ട കുറച്ച് വേർഡ്സ് ആണ്.
അതിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്താൽ മാത്രം അത് പ്ലൂറലൈസ് ചെയ്യാൻ പറ്റും. അതിന് എന്താണ് റൂൾ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അങ്ങനെ റൂൾ ഇല്ല. അതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കപ്പെട്ട വേർഡ്സ് എന്ന് പറയുന്നത്. എക്സെപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒഴിവാക്കപ്പെട്ട എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയ റൂഫ് എഫിലാണ് അവസാനിക്കുന്നത്. പക്ഷെ നമ്മൾ BES വെച്ചിട്ടല്ല നമ്മൾ അതിനെ പ്ലൂറലൈസ് ചെയ്തത്. വെറും എസ് ആഡ് ചെയ്ത് കൊടുത്താണ് അല്ലെ. റൂഫ് റൂഫ്സ് ആണെന്ന് അറിയാം, നമുക്ക് അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഷെഫ് ഷെഫ്സ് ആണ്, ക്ലിഫ്സ് ആണ്, ഹാങ്കർചീഫ്സ് ആണ്, പ്രൂഫ്സ് ആണ്. ഓക്കെ, ഇവിടെ വെറും നമ്മൾ എസ് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ പ്ലൂറലൈസ് ചെയ്തത്. BES ആഡ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കപ്പെട്ട കുറച്ച് വേർഡ്സ് ആണ്. ഇതുപോലെ ഒഴിവാക്കപ്പെട്ട ഒരുപാട് വേർഡ്സ് ഉണ്ട്. മനസ്സിലായോ? അതൊക്കെ നിങ്ങൾ കുറെയൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് റെഫർ ചെയ്ത് വെക്കും. ഇത് കുറച്ച് മാത്രം ഞാൻ എക്സാമ്പിളിന് വേണ്ടി മാത്രം കൊടുത്താണേ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണ്. ഓക്കെ, ഓ വേണമല്ലോ. കോൺസണന്റ്, ഓയ്ക്ക് മുൻപ് കോൺസണന്റ് ലെറ്റർ ആണ് വരുന്നതെങ്കിൽ നമ്മള് ES ആഡ് ചെയ്തിട്ടാണ് അതിനെ പ്ലൂറലൈസ് ചെയ്യാം. മാംഗോ അല്ലെ, ഓയ്ക്ക് മുൻപ് വന്നിരിക്കുന്നത് G ആണ്, കോൺസണന്റ് ആണ്. അപ്പോ ES വെച്ച് മാംഗോസ് ആക്കി, അപ്പോഴാണ് അതിന്റെ പ്ലൂറൽ കിട്ടുക. അതിലും ഒരു എക്സെപ്ഷൻസ് നോക്കിയേ. പിയാനോ എന്ന് പറയുന്നത് ഓയ്ക്ക് മുന്നേ N ആണ് വന്നിരിക്കുന്നത്, കോൺസണന്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ S വെച്ചിട്ടാണ് അതിനെ പ്ലൂറലൈസ് ചെയ്തത്. അതും ഒരു എക്സെപ്ഷൻസ് വേർഡ്സ് ആണ്, ഒഴിവാക്കപ്പെട്ട വേർഡ്സുകളാണ്. അതെന്തുകൊണ്ടാണ് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. അതിന്റെ റൂൾസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. അത് ഒഴിവാക്കപ്പെട്ടതാണ് എന്ന് മാത്രം അറിയുള്ളൂ. ഓക്കെ, അങ്ങനെ ഫോട്ടോ കണ്ടോ, നമ്മൾ ES വെച്ചിട്ടാണ് ഒരു പ്ലൂറലൈസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് എല്ലാം. ഫോട്ടോസ് ആണ്, ഒരു മെസ് ആഡ് ചെയ്തതിന്റെ പ്ലൂറൽ കിട്ടും അല്ലെ. അപ്പൊ ഒയ്ക്ക് മുൻപ് കോൺസണന്റ് സൗണ്ട് വന്നാൽ ES ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി ഒയ്ക്ക് മുൻപ് വോവൽസ് ആണ് വരുന്നെങ്കിലോ S ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഒയ്ക്ക് മുൻപ് സൂ, റേഡിയോ, ഒയ്ക്ക് മുൻപ് വോവൽസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ വെറും S ആഡ് ചെയ്താല് അതിന് പ്ലൂറൽ ഫോം കിട്ടും. ഓക്കെ, ഇതൊക്കെ നന്നായിട്ട് പഠിക്കാൻ ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ബൈഹാർട്ട് ഒന്നും പഠിക്കരുത് കേട്ടോ. ബൈഹാർട്ട് പഠിക്കേണ്ടത് വന്നാൽ ഞാൻ പറയാം. ബൈഹാർട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കി നന്നായിട്ട് കുറെ നേരം വായിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പഠിക്കും. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞത് ഓരോ റൂൾസ് ആണ്. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വന്നാൽ ഇത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ റൂൾസ് ആണ്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലൂറൽസ് ഉണ്ട്. എന്നുവെച്ചാല് നൗൺ ആ വേർഡിനേക്കാളും ഡിഫറെന്റ് ആയിരിക്കുള്ളൂ പ്ലൂറൽ. S ആഡ് ചെയ്യാനോ ES ആഡ് ചെയ്യാനോ എന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. എക്സാമ്പിൾ എന്താ അറിയാലോ, വുമൺ, അത് സ്പെല്ലിംഗ് മാറ്റിയെന്ന് മാത്രം. മാൻ എന്നുള്ളത് മെൻ ആക്കി, വുമൺ വുമൻ ആയി അല്ലെ, മാൻ മെനായി. ചൈൽഡ്, നിങ്ങൾ പറഞ്ഞു ചൈൽഡിന്റെ പ്ലൂറൽ എന്താണ്? ചിൽഡ്രൻ. അപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മള്? കുട്ടികൾ, അത് ചിൽഡ്രൻ തന്നെയാണ് മാം. ചിൽഡ്രൻ പ്ലൂറൽ ആണ്. ചിൽഡ്രൻ ആണ്. അപ്പോ ഓക്കെ, ഷുവർ ആണോ? അപ്പൊ ചിൽഡ്രൻസ് എന്ന് പറയാറില്ലായിരുന്നു? ഇല്ല, അങ്ങനെ പറയില്ല. ആരും പറയാറില്ല? ചിൽഡ്രൻസ് എന്ന് പറയാറില്ല. പറയാറില്ല, അറിയാം ചിൽഡ്രൻ ആണെന്ന്, പക്ഷെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അങ്ങനെ ഉണ്ടോ? ചിൽഡ്രൻസ് കേട്ടിട്ടില്ല. ചിൽഡ്രൻസ് കേട്ടിട്ടില്ല, പറയാറില്ല, കേട്ടിട്ടില്ല. ആണോ? കേട്ടിട്ടുണ്ട് മാം, കേട്ടിട്ടുണ്ട്. ചിൽഡ്രൻസ്. അപ്പൊ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് കുട്ടികളുടെ ദിവസം, അതായത് അപ്പോസ്ട്രോഫി S അല്ലേ സൈഡില്. ഓക്കെ, ഇത് കൊള്ളാട്ടോ. നിങ്ങൾക്ക് അറിയാപ്പോ അല്ലെ, ചൈൽഡിന്റെ പ്ലൂറിലാണ് ചിൽഡ്രൻ. ചിൽഡ്രന്റെ കൂടെ ഒരിക്കലും S ആഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ചിൽഡ്രൻസ് ഡേ പറയുമ്പോൾ അപ്പോസ്ട്രോഫി S ആണ് അവിടെ വരുന്നത് കേട്ടോ. അത് നോട്ട് ചെയ്ത് വെക്കണേ. ഒരിക്കലും ചിൽഡ്രന്റെ കൂടെ
എസ് ആഡ് ചെയ്യാൻ പാടില്ല. ഓൾറെഡി അത് ചിൽഡ്രൻ എന്ന് പറഞ്ഞ പ്ലൂറൽ ആണ്. ഇനിയും അതിന് കൂടെ എസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റായി പോകും. ഓക്കെ, ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടേക്കാം. മിക്കവരും ഞാൻ ക്ലാസ്സിൽ ചോദിക്കും, മിക്കവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ക്ലാസ്സിൽ മാത്രം ആരും പറഞ്ഞില്ല. അപ്പൊ അല്ല, ഈ സ്റ്റുഡൻസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാമോ ഇപ്പൊ? ഓക്കെ, അപ്പോ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് കുട്ടികളുടെ ദിനമാണ്. ചിൽഡ്രൻസ് അപ്പോസ്ട്രോഫി എസ് വരുമ്പോ അത് ഓണർഷിപ്പ് ആണ്. ഓക്കെ, അപ്പോ അതിന് ഡിഫറെന്റ് പ്ലൂറൽസിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ടൂത്ത്, ടീത്ത്, പേഴ്സൺ, പീപ്പിൾ, ഫുഡ്, ഫീറ്റ്, മൗസ്, മൈൽസ്, ഔട്ട്സൺ, ഗൂസ്, ഗീസ്. ഓക്കെ, ഇനി ഒരു ചേഞ്ച് ഇല്ലാത്ത കുറച്ച് വേർഡ്സ്. ഓക്കെ, ഷീപ്പ്, ഷീപ്പിന്റെ പ്ലൂറൽ ഷീപ്പ് തന്നെയാണ്. ഡിയർ, ഡിയർ തന്നെയാണ്. ഫിഷ്, ഫിഷ് തന്നെയാണ്. സീരീസ്, സീരീസ് ആണ്. സ്പീഷീസ്, സ്പീഷീസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? യെസ് മാം. ഫിഷിന്റെ പ്ലൂറൽ ഫിഷ് ആണോ? ആണോ? അല്ല മാം, ഫിഷസ് ആണ്. ഇഎസ് വേണ്ടേ? ഇഎസ്, ഫിഷസ്. ഓക്കെ, നിങ്ങളൊരു മാർക്കറ്റിൽ പോയപ്പോ ചാള മാത്രമേ ഉള്ളൂ അവിടെ, നിങ്ങൾ എന്ത് പറയും? ഒരുപാട് ചാളയുണ്ട്, അപ്പൊ എന്ത് പറയും? ഫിഷസ്. വെരി ഗുഡ്. ഓക്കെ, ഫിഷിന്റെ പ്ലൂറൽ ഫിഷസ് ഫിഷ് ആണ് കേട്ടോ. ഫിഷിന്റെ പ്ലൂറൽ ഫിഷ് ആണേ, മാറ്റൊന്നുമില്ല, ഫിഷ് ആണ്. അപ്പൊ എന്താണ് മിസ് ഫിഷസ് എന്താണ് എന്നൊരു ചോദ്യം വരാം. മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ചാള മാത്രമേ കാണാറുള്ളൂ നിങ്ങള്? ഒരുപാട് മീനുണ്ട് അല്ലെ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷ് ഉണ്ട് അല്ലെ? അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷിനെയാണ് നമ്മൾ ഫിഷസ് എന്ന് പറയും. ഒരുപോലെ ഇരിക്കുന്ന മീനുകളെ ഒരിക്കലും മീനുകൾ എന്ന് പറയില്ല, ഫിഷ് ആണ്. ആയിട്ട് വരത്തില്ലേ? എന്തോ? അപ്പൊ അതൊരു കളക്റ്റീവ് നൗൺ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റില്ലേ ഫിഷസ് എന്നുള്ളത്? ഒരു കൂട്ടം ഫിഷ് അല്ലേ? ഒരു കൂട്ടം ഫിഷ് അല്ലേ? പക്ഷെ അങ്ങനെ വരില്ല കേട്ടോ. ഓക്കെ മാം, ഒരു സംശയം, ഡൗട്ട് ചോദിച്ചതേ ഉള്ളേ. മനസ്സിലായി, പക്ഷെ അങ്ങനെ വരില്ല. ഓക്കെ, ഇപ്പോ ഒരു കൂട്ടം ഷീപ്പിനെ നമ്മൾ എന്താ പറയാ? ഫിലിറ്റ് എന്ന് പറയും അല്ലെ? ഫിലിറ്റ് ആണോ? ഫ്ലോക്ക് അല്ലേ? ഫ്ലോക്ക് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ ഫ്ലോക്ക് ആണ്. ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ഓർ ഷീപ്പ് ഫ്ലോക്ക് ആണ്. ഫ്ലോക്ക് ആണ്. ഫ്ലീറ്റ് എന്താണ്? ഫ്ലീറ്റ് എന്താണ്? ഫ്ലീറ്റ് എന്ന് പറഞ്ഞാ ഫ്ലീറ്റ് ഇതാണ്, ഷിപ്പാണ്. ഷിപ്പ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഷിപ്പിനെയാണ് നമ്മള് ഫ്ലീറ്റ് എന്ന് പറയാം. ഓക്കെ 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 ഓക്കെ. അപ്പോ പിന്നെന്താ? ഫിഷ് നമുക്ക് സ്കൂൾ ഓഫ് ഫിഷ് എന്നൊക്കെ പറയാറുണ്ട്. സ്കൂൾ ഓഫ് ഫിഷ്, ക്യാച്ച് ഓഫ് ഫിഷസ് എന്നൊക്കെ പറയാറുണ്ട് ഫിഷിന്. അപ്പോ ഇപ്പൊ അക്വേറിയത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീനുകളെ കാണാറുണ്ടല്ലേ? അങ്ങനെയാ പറയുമ്പോഴാണ് ഫിഷസ് എന്ന് പറയാട്ടോ. ഒരു ടൈപ്പ് മീനാവുള്ളൂ എങ്കിൽ അത് ഒന്നോ രണ്ടോ ഒരുപാടാണെങ്കിൽ പോലും നമ്മൾ അതിന് ഫിഷ് എന്നേ പറയും. ചാള മാത്രമേ ഉള്ളൂ, ചാളയോ മത്തിയോ സെയിം ആണല്ലോ പറയുന്നത്. പല സ്ഥലങ്ങളിൽ പല സെയിം ആണേ. അപ്പോ ഒരു മത്തി ആണെങ്കിൽ, ഒരു മത്തി ഇരിക്കുന്നെങ്കിലും അതിനപ്പുറം ഒരു കൂട്ടം മത്തി ആണെങ്കിൽ പോലും നമ്മൾ ഫിഷ് എന്നേ പറയുള്ളൂ. ഇനിയിപ്പോ ഒരു സൈഡിൽ മത്തി, ഒരു സൈഡിൽ അയല, അങ്ങനെ ഒരു സൈഡിൽ വേറെ മീനൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും. അപ്പൊ അതിന് മൊത്തത്തിൽ നമ്മൾ പറയും ഫിഷസ് എന്ന് പറയും. മനസ്സിലായോ? സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറഞ്ഞാൽ കളക്റ്റീവ് നൗണിൽ പെടുന്നതല്ലേ ഇപ്പൊ മിസ്സേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ പ്ലൂറലിന്റെ? അപ്പൊ കൗണ്ടബിൾ നൗൺ, അൺകൗണ്ടബിൾ നൗൺ, പ്ലൂറൽ
ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇപ്പോ നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കാം, ഈ കാണുന്ന ടേബിളിലുള്ളതെല്ലാരും അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, ടേബിളിലുള്ള എല്ലാരും അൺകൗണ്ടബിൾ നൗൺ ആണ്. കണ്ടോ, എല്ലാരും അൺകൗണ്ടബിൾ ആണ്. പഠിക്കുക മീൻസ് മനസ്സിലാക്കി വയ്ക്കുക. ഇതിനെയൊക്കെ നമുക്ക് കൗണ്ടബിൾ ആക്കാൻ പറ്റും. അൺകൗണ്ടബിൾ നൗണിനെ കൗണ്ടബിൾ ആക്കാൻ പറ്റും. എങ്ങനെയാണ്? സ്ക്രീനിലോട്ട് നോക്കാം. അബ്യൂസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ നമ്മൾ കൗണ്ടബിൾ ആക്കണമെങ്കിൽ അബ്യൂസിന്റെ കൂടെ ഒരു എക്സ്ട്രീം ഓഫ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ അത് കൗണ്ടബിൾ നൗൺ ആയിട്ട് മാറും. മനസ്സിലായോ? അതായത് uncountable nouns are preceded by the following expressions: a piece of, many piece of, a bit of, many bits of, an item of, many items of, this, that, some, any, a lot of, a good deal of, much, a little. Three expressions use ചെയ്താൽ അൺകൗണ്ടബിൾ നൗൺസിന്റെ മുൻപിൽ ഇത്രയും എക്സ്പ്രഷൻ, ഇത് ഏതെങ്കിലും എക്സ്പ്രഷൻസ് യൂസ് ചെയ്താൽ അത് എന്തായിട്ട് മാറും? കൗണ്ടബിൾ നൗൺ. ഓക്കെ, അഡ്വൈസ്, എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ ആയി. അപ്ലോസ്, എ വോളി ഓഫ് അപ്ലോസ് എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ ആയി മാറി. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇവിടെയും വരെ മനസ്സിലാക്കാം, ഇവിടെയും വരെ വായിച്ചു നോക്കാം കേട്ടോ. പ്ലൂറലിന് മുൻപ് വരെ വായിച്ചു നോക്കാം. ക്ലിയർ? യെസ് മാം. ക്ലിയർ മാം. Yeah, that's all. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഫോർമേഷൻ ഓഫ് ദ ജെൻഡേഴ്സ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പൊ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മള് നൗൺസ് പഠിച്ചു. നൗൺസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ, കൺസിഡർ നൗൺ, അൺകൗണ്ടബിൾ നൗൺ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ പ്ലൂറൽ നൗൺസിനെ നമ്മൾ എങ്ങനെ പ്ലൂറലൈസ് ചെയ്യാം, സിംഗുലർ നൗൺസിനെ എങ്ങനെ പ്ലൂറലൈസ് ചെയ്യാം എന്ന് പഠിച്ചു. കൗണ്ടബിൾ നൗണിനെ എങ്ങനെയൊക്കെ അൺകൗണ്ടബിൾ നൗണിനെ നമുക്ക് എങ്ങനെയൊക്കെ അത് കൗണ്ടബിൾ നൗൺ ആക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇതുവരെ എടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ് മാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോലും ചോദിക്കാം. ഉണ്ടോ? ഇല്ല. അപ്പോ നെക്സ്റ്റ് ക്ലാസ് അല്ല സോറി, നിങ്ങൾക്ക് ഈ പ്ലൂറലിന്റെ ഈ നോട്ടും കളക്റ്റീവ് നൗണിന്റെ ഈ നോട്ടും ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് നോക്കി പഠിക്കാം. ദെൻ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോർഷൻസ് വരെ നന്നായിട്ട് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം. ഓക്കെ, ദെൻ ഒരു റിവൈൻഡ് ചെയ്യാം. നമുക്കൊന്ന് റിവിഷൻ, എല്ലാ ക്ലാസ്സിലും നമുക്ക് ഇതുവരെ റിവിഷൻ ചെയ്യാം. സോ റിവിഷൻ ചെയ്യാൻ വേണ്ടി അടുത്ത ക്ലാസ്സിൽ ആരെങ്കിലും റെഡി ആയിട്ട് വരാം. എന്ന് പറഞ്ഞവരായിരിക്കുന്ന വേറെ ആരെങ്കിലും അടുത്ത ക്ലാസ്സിൽ റെഡി ആയിട്ട് വരാം. നമുക്ക് റിവിഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഓക്കെ മാം. ഓക്കെ ആണ്. ഉള്ളൂ മതിയാലോ. ഇനി കുറച്ച് എടുക്കുകയാണെങ്കിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കണ്ട. ഓക്കെ, സ്ലോവിൽ പോയാൽ മതിയില്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണോ? സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ലില്ല. മനസ്സിലാവുന്നുണ്ട്. ഇനി ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ഡൗട്ട് ചോദിക്കാം മിസ്സേ. ചോദിച്ചാ അപ്പൊ മനസ്സിലാക്കി വെച്ചതിന് ശേഷം ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആകും. ഓക്കെ, മനസ്സിലാക്കി പഠിക്കാം. കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനുണ്ട്. അല്ലാത്ത കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ കളക്റ്റീവിനോടൊക്കെ ബൈഹാർട്ട് ചെയ്തേ പറ്റും. മനസ്സിലാക്കി പഠിച്ചു. അപ്പോ നിങ്ങൾക്ക് അറിയാലോ കാര്യങ്ങളെല്ലാം ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് മനസ്സിലാക്കി വെക്കേണ്ടത് നമുക്കറിയാം. ആരെങ്കിലും മാത്രം ഇംഗ്ലീഷിനെ അപ്രോച്ച് ചെയ്യാം. ഒരിക്കലും ഇനി ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരിക്കലും ഗ്രാമറിന് വേണ്ടി വേറൊരു കോഴ്സ് ചെയ്യാൻ
ചേരരുത്. മനസ്സിലായോ? അത്രയും ക്ലിയർ ആയിട്ട് ഇവിടുന്ന് പോണം. ആ രീതിയിൽ വേണം നന്നായിട്ട് പഠിക്കാൻ. ഓക്കെ, എനിക്ക് എന്തെങ്കിലും ചോദിക്കാം, എന്ത് ചെറിയ ഡൗട്ട് ആണെങ്കിലും പോലും ചോദിക്കാം. ക്ലാസ്സിൽ വെച്ച് നമുക്ക് ക്ലിയർ ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. Yeah. Okay. Okay, ma'am. Okay, then പിന്നെന്താണ്? എന്തെങ്കിലും ഉണ്ടോ പറയാനോ ചോദിക്കാനോ എന്തെങ്കിലും? അല്ലേ? ഓക്കെ ആണോ? ഞാൻ എപ്പോഴും ചോദിച്ചോട്ടെ, ഓക്കെ ആണോ എന്ന് ഞാൻ ചോദിക്കും. അത് ശീലമായി പോയി. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. മിക്കവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പെട്ടെന്ന് ചോദിക്കാനൊക്കെ. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി ചോദിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ വിചാരിച്ച്. ഓക്കെ, സോ പിന്നെന്താ, സൈൻ ഔട്ട് പറഞ്ഞാലോ? അതിന്റെ ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൗണ്ടബിൾ നൗൺസിനെ കുറിച്ചും അൺകൗണ്ടബിൾ നൗൺസിനെ കുറിച്ചും പഠിച്ചു. പിന്നെ പ്ലൂറൽസിനെ കുറിച്ച് പഠിച്ചു. നമുക്ക് പല കാര്യങ്ങളും പേഴ്സണലി ഉണ്ടെങ്കിലും നമുക്ക് ES ചേർത്ത് പറയേണ്ടതും S ചേർത്ത് പറയേണ്ടതൊക്കെ മിസ് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഒന്ന് ക്ലിയർ ആയത്. അതുവരെ എല്ലാം നമ്മൾ പറയാറുണ്ട്, പക്ഷെ ഇതിനുള്ള റൂൾസും കാര്യങ്ങളൊന്നും അറിയുണ്ടായില്ല. ഇന്നത്തെ ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് മനസ്സിലായി. താങ്ക് യു മിസ്. താങ്ക് യു. Yeah. Okay. Thank you all. Thank you so much. See you on the next class. Okay. Bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.